എന്റെ വിഷയത്തിന് പിന്നീട് എന്താണ് ഒരു പ്രസക്തി എന്ന് എനിക്ക് തന്നെ ചിലപ്പോൾ തോന്നാറുണ്ട്. നമ്മൾ ഈ വളരെ ചുരുങ്ങിയ കാലത്ത് ഇവിടെ ജീവിക്കുന്ന കാലഘട്ടത്ത് മാത്രം ആവശ്യമുള്ള സംഗതിയാണ് ആരോഗ്യം എന്ന് പറയുന്നത്. എന്നാൽ നമ്മളുടെ പരലോകം തീരുമാനിക്കുന്നത് നമ്മുടെ ഇഹലോക പ്രവൃത്തി കൊണ്ടാണല്ലോ. അപ്പോൾ നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ ഈവൻ നമ്മുടെ ഈ സൽക്കർമ്മങ്ങളൊക്കെ ഇബാദത്തുകൾ ചെയ്യാനും നമുക്കൊരു മിനിമം ആരോഗ്യമാണ്. നമുക്ക് നമസ്കരിക്കണമെങ്കിൽ നിൽക്കാൻ കഴിയണം. നിൽക്കാതെ ഇരുന്നു കൊണ്ട് സുജൂദ് ചെയ്യാൻ പറ്റാതെ നമസ്കരിക്കുന്നവരോട് ചോദിക്കുമ്പോഴാണ് അവരുടെ വിഷമങ്ങൾ നമുക്ക് മനസ്സിലാക്കുക. തല നെറ്റി നിലത്ത് വെച്ച് സുജൂദ് ചെയ്യുവാൻ ആഗ്രഹം പ്രകടിച്ച പല ആളുകൾ നമുക്ക് രോഗി എന്ന നിലയ്ക്ക് നമ്മളടുത്ത് വരും, ഡോക്ടറെ കുറെ കാലമായി ഇരുന്നിട്ടാണ് നമസ്കരിക്കുന്നത്, ഒന്ന് സുജൂദ് ചെയ്യാൻ പറ്റിയിരുന്നുവെങ്കിൽ എന്ന് അവർ ആഗ്രഹം പ്രകടിപ്പിക്കാറ്. അപ്പോഴാണ് നമുക്ക് ലഭിച്ച ആരോഗ്യത്തെ കുറിച്ച് നമ്മൾ പോലും ആലോചിക്കാൻ. അതേപോലെ ദിനചര്യകൾ നിർവഹിക്കുന്നതിന് വേണ്ടി ബാത്റൂമിലേക്ക് പോലും സ്വന്തം പരസഹായമില്ലാതെ പോകാൻ പറ്റാത്ത എത്രയോ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അത്തരം ഒരുപാട് ആളുകൾക്ക് നമ്മുടെ പള്ളിയിൽ വരുവാനും കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ആരോഗ്യം വളരെ മുഖ്യമായ ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല, നമ്മൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യയാണല്ലോ നമുക്ക് എപ്പോഴും മാതൃക എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യയിൽ നമ്മൾ നോക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ നിത്യേനയുള്ള പ്രാർത്ഥനകളിലൊക്കെ തന്നെ ആഫിയത്തിനെ കുറിച്ച് പറയാറുണ്ട്. നമുക്കറിയാം, രാവിലെയും വൈകുന്നേരം നമ്മൾ ചെയ്യുന്ന ദിവസം ചില പ്രാർത്ഥനകളുണ്ടല്ലോ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽ-അഫ്വ വൽ-ആഫിയ വൽ-ആഫിയ ഫിദ്ദുനിയ വൽ-ആഖിറ എന്ന് വെച്ചാൽ എനിക്ക് ആഫിയത്തിനെ തരണം ഈ ലോകത്തെ പരലോകത്തും. അതേപോലെ തന്നെ അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സമഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസ്രി. ഇതൊക്കെ റസൂൽ ദിവസേന പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ന് വെച്ചാൽ റസൂൽ പ്രത്യേകിച്ച് എന്റെ ശരീരത്തിന്, അല്ലാഹുമ്മ ആഫിനി ഫി ബദനി എന്ന് പറഞ്ഞാൽ എന്റെ ശരീരത്തിന് നീ ആരോഗ്യം തരണമേ, എന്റെ കണ്ണുകൾക്ക് നീ ആരോഗ്യം തരണേ, എന്റെ ചെവികൾക്ക് കേൾവിക്ക് നീ ആരോഗ്യം തരണേ എന്നൊക്കെ ദിവസേന പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യത്തിന് വലിയൊരു ഇമ്പോർട്ടൻസ് തന്നെയുണ്ട്. നമ്മൾ മറ്റ് പല ഇസങ്ങളൊക്കെ പറയുന്ന പോലെ ഈ ലോകത്തെ എല്ലാം ത്യജിച്ചുകൊണ്ട്, നമ്മുടെ എല്ലാ സുഖ സൗകര്യങ്ങളും എല്ലാം ത്യജിച്ചുകൊണ്ട് പരലോകത്തിന് വേണ്ടി മാത്രം നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും ഈ ലോകത്ത് നമ്മൾ ജീവിച്ചുകൊണ്ട് തന്നെ പരലോകത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുണ്ട്. അല്ലാതെ നമ്മൾ ഒരു സന്യാസം പോലെ അല്ലെങ്കിൽ എല്ലാം ഒഴിവാക്കി അല്ലെങ്കിൽ മലമുകളിൽ പോയി അല്ലാഹുവിന് മാത്രം ഇബാദത്ത് എടുത്തുകൊണ്ട് ജീവിക്കാതെ നമ്മൾ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മാത്രമല്ല, നമുക്കറിയാം അല്ലാഹുവിന്റെ റസൂൽ ആക്ച്വലി നമ്മൾ മസ്ജിദുൽ ഹറമിൽ നമ്മൾ കഅബ തവാഫ് ചെയ്യുന്ന സമയത്ത് വളരെ സ്പഷ്ടമായി പറഞ്ഞിട്ടുള്ള ഒരേ ഒരു ദുആ എന്താണെന്ന് വെച്ചാൽ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഈ ദുനിയാവിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ദുനിയാവിന്റെ ഹസനാത്തുകൾക്ക് ചോദിച്ചിട്ട് പിന്നെയാണ് ആഖിറത്തിന്റെ ഹസനാത്തുകൾക്ക് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇസ്ലാമിക് പ്രിൻസിപ്പിൾ വെച്ച് നമ്മളുടെ ഫോക്കസ് എപ്പോഴും പരലോകം തന്നെയാണ്. നമ്പർ 1 ഫോക്കസ് പരലോകം തന്നെയാണ്. പക്ഷെ ആ പരലോകം നേടുന്നതിന് വേണ്ടി നമുക്ക് ഇഹലോകം ആവശ്യമുണ്ട്. ഇഹലോകത്ത് മാന്യമായി ജീവിക്കേണ്ടതുണ്ട്. ഇഹലോകത്ത് നമുക്ക് നല്ലൊരു ആരോഗ്യവും ഉണ്ടെങ്കിൽ മാത്രമേ അതൊക്കെ നേടാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറയുന്നത്. ഈ പറഞ്ഞ പോലെ അവസാനത്തെ 10ലേക്ക് കടക്കുമ്പോൾ ഭക്തി നിർഭരമായ പല പ്രാർത്ഥനകളിലൊക്കെ നമ്മൾ ഉൾക്കൊള്ളേണ്ട സമയമായതുകൊണ്ട് ഞാൻ വളരെ ദീർഘിപ്പിച്ച് പറയുന്നില്ല. 1-2 ചെറിയ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ നോമ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഒരു പക്ഷേ നമ്മൾ നോമ്പിന്റെ തുടക്കത്തിൽ പറയേണ്ടിയിരുന്നു എന്ന് എനിക്കിപ്പോ തോന്നുക. പിന്നെ നമുക്ക് എല്ലാവർക്കുമുള്ള പല സംശയങ്ങളുണ്ട് നോമ്പിന്റെ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച്, എപ്പോ കഴിക്കാം, എങ്ങനെ കഴിക്കാം എന്നതിനെ പറ്റിയൊക്കെ. അതിനെ കുറിച്ച് ചില കാര്യങ്ങൾ മാത്രം പറയാം. ഒരു ഉദാഹരണമായിട്ട് നമ്മുടെ നോമ്പ് തുടങ്ങുന്നത് അത്താഴത്തോടു കൂടിയാണല്ലോ, സുഹൂർ എന്ന് പറയുന്ന അത്താഴത്തോടു കൂടി. ചില ആളുകൾക്ക് ഈ അത്താഴം ഒഴിവാക്കുന്ന ഒരു സ്വഭാവമാണ്. അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം നമ്മളൊരു 13 മണിക്കൂറോളം ഏകദേശം ഫാസ്റ്റിംഗ്, ഒന്നും വെള്ളവും ഭക്ഷണവും പാനീയവും ഇല്ലാതെ ഇരിക്കാൻ പോകുന്നത് കാരണം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജം വേണമെങ്കിൽ നമ്മൾ രാവിലെ അത്താഴത്തിന് കഴിച്ചേ മതിയാവും. മാത്രമല്ല, അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് കൂടിയാണ്. അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന രാവിലത്തെ ഭക്ഷണം ഏകദേശം നമുക്ക് ഒരു ഉച്ച വരെ ആയിരിക്കും നമുക്ക് അതുകൊണ്ടുള്ള എനർജിയും കാര്യങ്ങളൊക്കെ ലഭിക്കുക. അപ്പോൾ അതുപോലും ഇല്ലാതായി കഴിഞ്ഞാൽ അത് ശരീരത്തിന് വലിയ പ്രയാസം ഉണ്ടാക്കും. മാത്രമല്ല, പ്രത്യേകിച്ച് രോഗികൾ, പ്രഷറുള്ള രോഗികൾ അല്ലെങ്കിൽ ഷുഗറുള്ള രോഗികളൊക്കെ രാവിലെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനോട് കൂടി പറയുകയാണെങ്കിൽ, ഇപ്പൊ പ്രത്യേകിച്ച് ഷുഗറുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ആ മരുന്നിൽ ഒരു വ്യത്യാസവും വരുത്തേണ്ടതുണ്ട്. ഉദാഹരണമായിട്ട്, നമ്മൾ പകലാണ് കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് എന്നത് കൊണ്ട് തന്നെ രാവിലെയാണ് കൂടുതൽ ഇപ്പോൾ ഷുഗറിന്റെ ഗുളികയോ അല്ലെങ്കിൽ ഇൻസുലിനോ നമ്മൾ കൂടുതലായിട്ട് എടുക്കുക.
രാത്രി നമ്മൾ കുറഞ്ഞ ഡോസ് കൊണ്ട് എടുക്കുക. നേരെ മറിച്ച് ഈ നോമ്പ് കാലത്ത് അത് നേരെ ഓപ്പോസിറ്റ് ആക്കി ചെയ്യേണ്ടതാണ്. രാവിലെ കൂടുതൽ എടുക്കുകയും രാത്രി കുറച്ചെടുക്കുകയും ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ രാവിലെ ഹൈ ഡോസ് നമ്മൾ ഇൻസുലിനോ ഗുളികയോ എടുത്തു കഴിഞ്ഞാൽ ഒരു ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴേക്കും ബ്ലഡ് ഷുഗർ കുറഞ്ഞു പോയി നോമ്പ് മുറിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതാണ് എന്നാണ് പറയാനുള്ളത്. പിന്നെ മറ്റൊന്ന്, നമ്മൾ എന്ത് കഴിക്കണമെന്നുള്ളത് മാന്യമായി മിതമായി കഴിക്കുക എന്നുള്ളതാണ് എനിക്കതിൽ പറയാനുള്ളത്. ഓരോരുത്തരുടെ പ്രിഫറൻസ് അനുസരിച്ച് കഴിക്കാം. പിന്നെ അതേപോലെ തന്നെ മറ്റൊന്ന്, ഈ വെള്ളം കുടിക്കുന്നതിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും ഒരു സ്വഭാവമാണ്. രാവിലെ നോമ്പ് തുറക്കാൻ പോവാണെങ്കിൽ വൈകുന്നേരം വരെ വെള്ളം കുടിക്കാൻ പറ്റില്ല എന്നുള്ള ഒരുപാട് വെള്ളം കുടിക്കും. നമ്മൾ നോമ്പ് കാലത്ത്, പ്രത്യേകിച്ച് വേനൽക്കാലത്ത് നോമ്പ് വന്ന ഈ സമയത്ത് വെള്ളം ധാരാളം കുടിക്കണം എന്നുള്ളത് വലിയ നിർബന്ധമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ എന്ന് വിചാരിച്ച് നമ്മൾ കണക്കിലധികം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അത് നിൽക്കുകയില്ല. 1-2 മണിക്കൂറുകൾ കൊണ്ട് അത് ബോഡി പുറത്തേക്ക് വാഷ് ഔട്ട് ചെയ്ത് മൂത്രമായിട്ട് പുറത്തു പോകുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒട്ടകത്തിനൊക്കെ ഉള്ള പോലെ ഒരു പൂഞ്ഞയിൽ വെള്ളം ശേഖരിക്കാനുള്ള സംഭരണ ശക്തി നമ്മുടെ ഒട്ടകത്തിനല്ലാതെ വേറെ ഒരു ജീവികൾക്കുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അമിതമായി വെള്ളം കുടിച്ച് നോമ്പ് തുടങ്ങാൻ പോവുകയാണല്ലോ എന്ന് പറഞ്ഞ് കുറെ അധികം വെള്ളം കുടിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. പക്ഷെ അതേ സമയത്ത് ഒരു മിതമായിട്ട് നമ്മൾ വെള്ളം കുടിക്കുകയും വേണം എന്നാണ് ആ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. പിന്നീട് അതേപോലെ തന്നെ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ പാരമ്പര്യമായി ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ശീലിച്ചത് എന്താണെന്ന് വെച്ചാൽ കുറെ ഫ്രൂട്ട്സും പിന്നെ അതേപോലെ കുറെ നമ്മൾ ഈ പൊരിക്കടികളുമാണ് കഴിക്കാൻ. അതൊരു ആരോഗ്യപരമായി നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ, ആക്ച്വലി ജ്യൂസ് കുടിക്കുന്നത് അത്ര നല്ലതല്ല. ഈവൻ പ്രമേഹ രോഗികൾക്ക് മാത്രമല്ല, അല്ലാത്തവർക്കും ജ്യൂസ് കുടിക്കുന്നത് അത്ര അല്ല. ചിലപ്പോൾ നമ്മൾ 2-3 ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, സാധാരണ ഇപ്പൊ എല്ലാവരുടെ വീട്ടിലും അത്യാവശ്യം ഫ്രൂട്ട്സും ജ്യൂസും ഒക്കെ സാധാരണ നോമ്പ് തുറക്കുന്നത് ഉള്ളത് കൊണ്ട് നമ്മൾ 2-3 ടൈപ്പ് ഫ്രൂട്ട്സ് കുടിക്കുമ്പോൾ ഈ ഫ്രൂട്ട്സിനുള്ള ഒരു പ്രശ്നം അല്ല, ജ്യൂസിനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഷുഗർ അങ്ങോട്ട് കയറും. നമ്മളൊരു ഷുഗർ സ്പൈക്ക് എന്ന് പറയും. ആ ഷുഗർ സ്പൈക്ക് നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ അത് നമ്മുടെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നതിലുമൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കുന്നു. നേരെ മറിച്ച് നമ്മൾ കുടിക്കുന്ന ഈ ജ്യൂസിന് ഉപയോഗിക്കുന്ന ഫ്രൂട്ട് നമ്മൾ കട്ട് ഫ്രൂട്ട് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ ഈ ഇൻസുലിന്റെ സ്പൈക്ക് അല്ലെങ്കിൽ നമ്മുടെ ഷുഗറിന്റെ സ്പൈക്ക് ഇതേപോലെ ഉണ്ടാകുകയില്ല. മാത്രമല്ല, ഈ ജ്യൂസ് കുടിക്കുന്നതിന് പകരം നമ്മൾ വെള്ളമാണ് കുടിക്കേണ്ടത്. ഏറ്റവും നന്നായി കുടിക്കാൻ പറ്റിയത് എന്താണ് നോമ്പ് തുറക്കുന്നത് എന്നോട് ചോദിക്കുകയാണെങ്കിൽ പച്ച വെള്ളമാണ്. അതിന്റെ കൂടെ നമ്മൾ ഫ്രൂട്ട്സും കഴിക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ നമ്മുടെ സാധാരണ പണ്ട് മുതലേ നമ്മളൊക്കെ ചെയ്യുന്നത് ഈ പൊരിക്കടികളാണ് സാധാരണ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഉപയോഗിക്കുക. ഈ പൊരിക്കടികൾക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് ഓയിൽ ഉണ്ട്, സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഒക്കെ ഒരുപാടുള്ളത് കൊണ്ട് നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. എപ്പോഴെങ്കിലും പാടില്ല എന്നുള്ളതല്ല പറയുന്നത്, പക്ഷെ അതിനേക്കാൾ ഉത്തമമായത് നമ്മൾ ഈ ആവിക്ക് വേവിച്ച സാധനങ്ങളായിരിക്കും. ഒരു പക്ഷെ നമുക്കിപ്പോ ഏറ്റവും നല്ലൊരു സാധനം എന്ന് പറയുന്നത് ഒരു മീനുകളെ പോലത്തെ സാധനങ്ങളോ അതല്ലെങ്കിൽ അങ്ങനത്തെ പല സാധനങ്ങളും ആവിക്ക് വേവിച്ച ഒരു ഭക്ഷണ പദാർത്ഥമായിരിക്കും നമ്മൾ പൊരിച്ച കറികളെക്കാളും ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ നമ്മൾ നോമ്പ് തുറന്നിട്ട് നമ്മൾ ഒരുപാട് ഫുൾ വയർ ആ സമയത്ത് കഴിക്കുന്നതിന് ബദലായിട്ട് ഈ പറഞ്ഞ പോലെ ഫ്രൂട്ട്സും വെള്ളവും അതേപോലെ ഈ പറഞ്ഞ നല്ല കുറച്ച് ആഹാരങ്ങൾ സ്നാക്സ് ഒക്കെ കഴിച്ചതിന് ശേഷം ഒരു ഗ്യാപ്പ് വിട്ട് മാരോ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു പക്ഷേ ഇഷാന്റെ മുമ്പോ അല്ലെങ്കിൽ ഇഷാന്റെ ശേഷമോ മറ്റൊരു ഭക്ഷണം കൂടി കഴിക്കുന്നതായിരിക്കും നല്ലത്. ഈ രീതിയിലാണ് ഒരു മാന്യമായ രീതിയിൽ ഒരു ആരോഗ്യപരമായി നമുക്ക് ഈ നോമ്പ് കാലത്ത് നമുക്ക് എടുക്കാവുന്നത് എന്നാണ് എനിക്ക് അതിനെ കുറിച്ച് ചെറുതായിട്ട് പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, ഇന്നിപ്പോ നമ്മൾ ഒരു ആരോഗ്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ടിയിരിക്കുന്നത് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെ കുറിച്ചാണ്. ഈ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും, നമ്മുടെ ജീവിതശൈലിയിൽ പണ്ടിൽ നിന്ന് ഇപ്പോൾ വന്നിട്ടുള്ള വ്യത്യാസം കൊണ്ട് വന്ന രോഗങ്ങൾ. അതിൽ നമ്മൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒന്ന് പ്രമേഹമാണ്, രണ്ടാമത്തത് പ്രഷറാണ്, മൂന്നാമത്തത് കൊളസ്ട്രോൾ ആണ്, നാലാമത്തത് അമിതഭാരമാണ്, അഞ്ചാമത്തത് നമുക്ക് ഒരു സ്ട്രെസ്, നമുക്ക് എന്താ പറയാ ടെൻഷൻ ഒക്കെ പറയാമല്ലോ, ഒരു ആൻസൈറ്റി ആൻഡ് സ്ട്രെസ് ആണ്. പിന്നെ പുകവലിയുണ്ട്, പിന്നെ പാരമ്പര്യമുണ്ട്. ഇതൊക്കെയാണുള്ളത്. അതിൽ ജീവിതശൈലി രോഗങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ 3-4 കാര്യങ്ങളാണ്. ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതാണ്. നമുക്കറിയാം, നമ്മുടെ ഇവിടെ വളരെ മുതിർന്ന ആളുകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ പണ്ട് കാലത്തൊക്കെ മനുഷ്യൻ ഫേസ് ചെയ്തിരുന്ന ഏറ്റവും വലിയ രോഗങ്ങളൊക്കെ സാംക്രമിക രോഗങ്ങളായിരുന്നു. എന്ന് വെച്ചാൽ രോഗാണുക്കൾ കൊണ്ട് വരുന്ന രോഗങ്ങൾ, TB, കോളറ, വസൂരി എന്നൊക്കെ പറയുന്ന പ്ലേഗ്, റസൂലിന്റെ കാലത്തൊക്കെ പ്ലേഗ് ഉണ്ടായിരുന്നു. അത്തരം രോഗങ്ങളായിരുന്നു. പക്ഷെ ഇന്ന് നല്ല ആന്റിബയോട്ടിക്സും മരുന്നുകളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ അനുഭവപ്പെടുന്ന രോഗങ്ങളൊക്കെ ജീവിതശൈലി. ഈ ജീവിതശൈലി രോഗങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ഇതൊക്കെ നമുക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഭക്ഷണ രീതിയും അല്ലെങ്കിൽ നമ്മുടെ ജീവിത ശൈലി, ഇപ്പൊ വ്യായാമമില്ലായ്മ എന്നതുകൊണ്ട് വന്നതാണ്. ഒരു ഉദാഹരണത്തിന് പണ്ട് കാലത്ത് നമ്മുടെ ഇവിടെ ഇപ്പൊ പ്രായമുള്ള ആളുകൾക്ക് അറിയാം, അവരുടെ ചെറുപ്പകാലത്ത് ഭക്ഷണം അവർക്ക് മിതമായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല അവർക്ക് ഒരുപാട് ശരീരം കൊണ്ട് വ്യായാമം ഉണ്ടായിരുന്നു. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരീരം കൊണ്ട് വ്യായാമമില്ല, നമുക്ക് മനസ്സുകൊണ്ട് ഒരുപാട് വ്യായാമം, സ്ട്രെസ് ആണ് നമുക്ക് അനുഭവപ്പെടുന്നത്.
അപ്പോൾ അത്തരം മാറ്റങ്ങളാണ് ഇപ്പോൾ ഈ ജീവിതശൈലി രോഗങ്ങളാണ് പിന്നീട് അതിനെ ഹാർട്ട് അറ്റാക്ക് ആയിട്ടും അതേപോലെ ക്യാൻസർ ആയിട്ടും കിഡ്നി ഫെയിലിയർ ആയിട്ടും സ്ട്രോക്ക് ആയിട്ടൊക്കെ മാറ്റുന്നത്. ഇതിപ്പോ നമ്മുടെ നാട്ടിലുള്ള കോഴിക്കോടിൽ ഏറ്റവും വലിയ ഹോസ്പിറ്റലിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ വളരെ മോശമായി കിടക്കുന്ന രോഗികളൊക്കെ ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ അവർ ആ നിലയിൽ എത്തിച്ചതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനിയിപ്പോ എന്താണ് ഇതിന്റെ ഒരു പോംവഴി എന്താണെന്ന് ഞാൻ പറയാം. ഇപ്പോ അത് വളരെ രസകരമായ ഒരു ബുക്ക് ഉണ്ട് ആക്ച്വലി, ഒരു ഇക്കിഗായ് എന്ന് പറയുന്ന. ഇന്ന് ലോകത്ത് ആ ബുക്കിൽ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ലോകത്ത് ഏറ്റവും ആരോഗ്യമുള്ള മനുഷ്യർ ആരാണ് എന്ന് ഉള്ള ഒരു പഠനമാണ് അത്. ഇത് ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുസ് ദൈർഘ്യമുള്ള ആളുകള് ജാപ്പനീസ് ആണ്, ജപ്പാൻകാർ. ഈ ജപ്പാൻകാർ പ്രത്യേകിച്ച് അവിടെ ഒരു ഗ്രാമത്തിന്റെ ഒരു ഏരിയയുടെ ആ പേര് ഞാൻ ഓർക്കുന്നില്ല. ആ സ്ഥലത്ത് ഇക്കിഗായ് എന്ന ബുക്കിൽ പറയുന്നുണ്ട് അവിടെ 100 വയസ്സ് കടന്ന ഒരുപാട് ആളുകൾ ജീവിക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ജാപ്പനീസ് ഇങ്ങനെ അവരുടെ ആയുർദൈർഘ്യം അധികമുള്ളത്? എന്തുകൊണ്ടാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ 100 വയസ്സിലധികം ഒരുപാട് പേര് ജീവിക്കുന്നത് എന്ന് പഠനം നടത്താൻ വേണ്ടി ഒരു ടീം പോയപ്പോൾ അവരെ കുറിച്ച് കുറെ അവരെ കൂടെ നിന്ന് താമസിച്ചു പഠിച്ചപ്പോൾ അവർ 4-5 കൺക്ലൂഷനിലേക്കാണ് അവർ എത്തിയത്. ഒന്നാമത്തെ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ അവര് ഭക്ഷണം, അവർക്ക് ഒരു റൂൾ ഉണ്ട്, അതിൽ ജാപ്പനീസിൽ ഒരു പേരുണ്ട്, എനിക്ക് ഓർമ്മയില്ല, 80% റൂൾ എന്നാണ് അവർ പറയുന്നത്. എന്ന് വെച്ചാൽ അവർ ഒരിക്കലും അവരുടെ വയറ് 80% അവര് നിറയ്ക്കില്ല. അതാണ് ഒരു റൂള്. പിന്നെ രണ്ടാമത്തെ റൂള്, ഇവരൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ജീവിതം നയിക്കുന്ന ആൾക്കാരെ, ചെറിയ വീടുകളായിരിക്കും, പക്ഷെ ഒരു കമ്മ്യൂണിറ്റി ലിവിംഗിലാണ് അവരുണ്ടാവുക. പരസ്പരം സഹകരണത്തോടു കൂടി ജീവിക്കുന്ന ഒരു ചുറ്റുപാടാണ്. ഇവരൊക്കെ ഇവരുടെ ബാക്കിൽ, ചെറിയ വീടാണെങ്കിലും അതിന്റെ ബാക്കിൽ കുറച്ചൊരു സ്ഥലം ഉണ്ടായിട്ട് അവിടെ കുറച്ച് എന്തെങ്കിലുമൊക്കെ കൾട്ടിവേറ്റ് ചെയ്ത് ചിലപ്പോൾ ചെറിയ കൃഷിയോ അല്ലെങ്കിൽ പച്ചക്കറിയോ ഫ്രൂട്ട്സ് ഒക്കെ വളർത്തി അവരുടെ മേജർ ഭക്ഷണം അവരുണ്ടാക്കുന്ന, അവരധ്വാനിച്ചുണ്ടാക്കുന്ന ഭക്ഷണമായിരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് ഇവർ വിലയിരുത്തിയത് എന്താണെന്ന് വെച്ചാൽ ഇവര് വലിയൊരു സാമൂഹിക കൂട്ടായ്മ, ഒരു അയൽപക്ക സൗഹൃദം, അതല്ലെങ്കിൽ പരസ്പരം പ്രശ്നങ്ങൾ കേൾക്കുകയും പങ്കിടുകയും അതിനെ ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യുന്ന വലിയൊരു നമ്മുടെ നാട്ടിലുള്ള കൾച്ചറിന് നേരെ വിപരീതമായി. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ പരസ്പരം അയൽവാസി ബന്ധങ്ങളോ മറ്റതൊക്കെ വളരെയധികം സങ്കീർണമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അവരെല്ലാവരും വളരെ പരസ്പര സൗഹൃദത്തോട് കൂടിയിട്ട് ഒരു കമ്മ്യൂണിറ്റി ലിവിംഗിലായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല സായാഹ്നങ്ങളിൽ അവരെല്ലാവരും ഒത്തുകൂടുകയും എല്ലാവരുടെ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുകയും ആർക്കെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ പരസ്പരം ഹെൽപ്പ് ചെയ്യുകയും പരിഹാരം കാണുകയും ഒക്കെ ചെയ്യേണ്ടായിരുന്നു. പിന്നെ അപ്പൊ നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ചരിത്രം നമ്മളിങ്ങനെ എടുത്തു നോക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ഇതിപ്പോ നമ്മൾ അടുത്ത കാലത്ത് കണ്ടുപിടിച്ച് 80% അല്ലാഹുവിന്റെ റസൂൽ 1400 വർഷത്തിന് മുമ്പ് തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ വയറിന്റെ 1/3 മാത്രം ഭക്ഷണം കഴിക്കുക, 1/3 നിങ്ങൾ വെള്ളവും കുടിക്കുക, 1/3 നിങ്ങൾ വെറുതെ വിടുക. അങ്ങനെ പറയുകയാണെങ്കിൽ എത്രയായി? 1/3 എന്ന് പറയുമ്പോൾ 33.33 ആണ്. 2 എന്ന് പറയുമ്പോൾ 66 പോയിന്റ്. ഇവര് ജാപ്പനീസ് 100 കൊല്ലം ജീവിക്കാൻ വേണ്ടി അവർ 80% ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. 80% മേലെ പോകാറില്ലായിരുന്നു എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് നമ്മുടെ വയറിന്റെ 66% ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് അന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഇവരുടെ ജീവിത ചരിത്രത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, അത് റസൂലിന്റെ ഒരു ചരിത്രമായി നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇസ്ലാം നൽകുന്ന ദർശനത്തിന്റെ ഭാഗമായി നമ്മൾ അതിനെ ഒരു വിചിന്തനം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്കൊരിക്കലും ഭക്ഷണം, അല്ലാഹുവിന്റെ റസൂൽ വേറൊരിക്കൽ പറയുകയുണ്ടായി, ഒരു പാത്രമുണ്ട്, അത്ര നീചമായ ഒരു പാത്രമില്ല, അതിനെ നിറയ്ക്കുന്ന അത്ര നീചമായ പ്രവൃത്തിയില്ല എന്നുള്ളൊരു വാക്യം. അത് ഞാൻ മിമ്പറിൽ കയറിയിട്ട് പറയുകയാണ്, യഥാർത്ഥ വേർഡല്ല, അതിന്റെ ആശയമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഹദീസ് കോട്ട് ചെയ്യുന്നില്ല. ആ ഹദീസിന്റെ ആശയം ഇങ്ങനെയാണ്. കാരണം അത്രയും മോശമായ ആ പാത്രം ഏതാണെന്ന് അറിയാം, നമ്മുടെ വയറിനെ കുറിച്ചാണ് പറയുന്നത്. എന്ന് വെച്ചാൽ വയറ് കുത്തി നിറച്ച് തിന്നുന്ന നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു കൾച്ചറിനെ കുറിച്ചാണ് ആ പറയുന്നത്. അപ്പോൾ മിതമായിട്ട് ഭക്ഷണം കഴിക്കുക എന്നതും, പിന്നെ മറ്റൊന്ന് നമ്മുടെ സഹജീവികളോടുള്ള പ്രവർത്തനം. അല്ലാഹുവിന്റെ റസൂൽ നമ്മുടെ ഒരു സഹജീവികളെ കുറിച്ചും സാമൂഹ്യ ജീവിതത്തിനെ കുറിച്ചും നമ്മുടെ അയൽവക്കത്തെ ബന്ധത്തെ കുറിച്ചും എത്രമാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അയൽവക്കത്തെ ബന്ധത്തിനെ കുറിച്ച് ഇങ്ങനെ റസൂൽ ഇടക്കിടക്ക് പറയുമ്പോൾ ചില സഹാബത്തുകൾ വിചാരിച്ചു പോയി, കുറച്ചും കൂടി കഴിഞ്ഞാൽ റസൂൽ നിങ്ങളുടെ സ്വത്തിന്റെ ഓഹരി പോലും അയൽവാസിക്ക് കൊടുക്കാൻ പറഞ്ഞു പോകുമോ എന്ന് തോന്നുമാറ് ലെവലിൽ അയൽവക്കത്തെ ബന്ധത്തെ കുറിച്ച് റസൂൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ സഹജീവികളോടുള്ള സ്നേഹം. നമുക്ക് ഇന്നിപ്പം ആക്ച്വലി നമ്മളെല്ലാവരും സെൽഫിഷ് ആണല്ലോ, സ്വന്തം കാര്യത്തിനെ കുറിച്ച് മാത്രം ആലോചിക്കുന്നത്. പക്ഷെ മറ്റുള്ളവരെ കുറിച്ച് നമുക്ക് ആലോചിക്കാൻ സമയമില്ല. നേരെ മറിച്ച് അല്ലാഹു നമുക്ക് ദീൻ എന്താണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്? നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്യുന്നവരോട് ആകാശത്തുള്ളവൻ കരുണ ചെയ്യുമെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ചിന്ത ആക്ച്വലി പറയുകയാണെങ്കിൽ, പിന്നെ അതേപോലെ തന്നെ അധ്വാനിച്ച് ജീവിക്കുക എന്നുള്ളത്. ഇവരൊക്കെ സ്വന്തമായിട്ട് അധ്വാനിച്ച്, ഈവൻ വയസ്സുകാലത്ത് 100 വയസ്സ് ആളുകൾ പോലും ചെറുതായിട്ട് കൃഷിയൊക്കെ, വളരെ ചെറിയ ഗാർഡനിൽ വളരെ കുറച്ച് ഭക്ഷണം മാത്രം അവർക്ക് മതിയായിരുന്നു.
അപ്പോൾ അവർ സ്വന്തം അധ്വാനം കൊണ്ട് അല്ലെങ്കിൽ വേർപ്പൊരുക്കി ഉണ്ടാക്കിയ ഭക്ഷണമാണ് ലോകത്തിലെ ഏറ്റവും നല്ല ഭക്ഷണം എന്ന് നമ്മളോട് പ്രവാചകൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൺക്ലൂഷൻ ഇത് പറയുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി നമ്മൾ നമ്മളെ പറഞ്ഞ ഈ രീതിയിലുള്ള ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ ആക്ച്വലി ഇന്ന് ഞാനൊരു മെഡിക്കൽ അഡ്വൈസ് അല്ലെങ്കിൽ ആരോഗ്യത്തെ കുറിച്ചൊരു ക്ലാസ് ഒന്നും ഇവിടെ എടുക്കേണ്ട ആവശ്യം പോലും ഉണ്ടാവുകയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ നമ്മൾ കാണുന്ന മറ്റൊരു പ്രശ്നമാണ്, ഇതിപ്പോ നമ്മുടെ ആരോഗ്യത്തിന്റെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒരു ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാല് പിന്നെ ഹെൽത്ത് ഈസ് എന്താ പറയാ, ഇറ്റ് ഈസ് എ ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് എന്നാണ്. എന്ന് വെച്ചാൽ ആരോഗ്യം എന്ന് പറയുന്നത് ശാരീരികമായും മാനസികമായും സാമൂഹികമായിട്ടുമുള്ള ഒരു സുസ്ഥിതി എന്നാണ് പറയാം, അല്ലാതെ രോഗമില്ലാത്ത അവസ്ഥ മാത്രമല്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിപ്പോ നമുക്കറിയാം എത്രയോ ആളുകൾ ഇന്നിപ്പോ നമ്മൾ സാമ്പത്തികമായിട്ടൊക്കെ പണ്ടത്തെ കാലത്തേക്കാൾ പണ്ട് ഒരുപാട് ദാരിദ്ര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പം ഭക്ഷണം കിട്ടാത്ത ആളുകളോ അതൊക്കെ വളരെ അപൂർവമായി മാറിയ ഒരു കാലഘട്ടത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് എന്നിട്ട് പോലും ആ ഒരു ചുറ്റുപാടിൽ പോലും ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ, എത്ര ആത്മഹത്യകളാണ് നടക്കുന്നത്. പണ്ട് ജീവിതം വളരെ സിമ്പിളായി വളരെ കുടിലുകളിൽ ജീവിച്ചിരുന്ന മനുഷ്യർ നിത്യ ജോലി ചെയ്ത് ഉണ്ടാക്കുന്ന ഭക്ഷണം കൊണ്ട് കഴിച്ച് കിടന്നുറങ്ങുന്ന ആളുകൾക്ക് ഉറക്കം വരാൻ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇന്ന് നമ്മുടെ വീടുകളുടെ വലുപ്പം എത്ര വലുതായി, നമ്മളെല്ലാവരും AC ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ല മെത്തകളിൽ കിടക്കുന്നു, പക്ഷെ എന്നാലും ഉറക്കില്ല. ഇന്ന് ലോകത്ത് മനസ്സമാധാനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ മരുന്ന് കഴിക്കുന്ന ഒരു വിഭാഗം നമ്മൾ മലയാളികളായി മാറി. ഒരുപക്ഷെ ഉറക്കു ഗുളികയും ഏറ്റവും കൂടുതൽ ചെലവാകുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ കേരളം. അപ്പോൾ നമ്മൾ നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതിയിൽ ഇങ്ങനെ നമ്മൾ ഒരുപാട് നമ്മുടെ ആയുസ്ദൈർഘ്യം കൂടി എങ്ങനെയൊക്കെ വന്നാലും നമ്മുടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ വെറും ശരീരത്തിന് രോഗമില്ലാത്ത ഒരു അവസ്ഥയല്ല, നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും മനസ്സിനും സാമൂഹികമായിട്ട് കൂടി ആരോഗ്യമുണ്ടെങ്കിലേ ആരോഗ്യം എന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് നമുക്കറിയാം, എത്ര വലിയ ആളുകൾ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യുന്നു. വലിയ സെലിബ്രിറ്റീസ് ഒക്കെ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. അല്ലെങ്കിൽ വലിയ ധനാഢ്യന്മാരൊക്കെ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഷോക്കാണ്, എന്തിനാണ് ഒരു ആത്മഹത്യ ചെയ്തത്? അതിന്റെ കാരണം എന്താണ്? മനസ്സമാധാനം ഇല്ലാത്തത് തന്നെയാണ്. മനസ്സമാധാനം എന്ന് പറഞ്ഞ സാധനമാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഈ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നതില് ഏറ്റവും നേരത്തെ പറഞ്ഞു പ്രഷറാണ്, ഷുഗറാണ്, കൊളസ്ട്രോൾ ആണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതേപോലെ തന്നെ മാനസിക സംഘർഷം. ഇന്ന് നമുക്ക് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഒരുപക്ഷെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ നേരെ മറിച്ച് നമുക്ക് നമ്മുടെ മാനസിക സംഘർഷം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇന്ന് ഏതൊരു ചെറിയ LKG പോകുന്ന കുട്ടിയോട് പോലും ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അവർക്ക് സ്ട്രെസ് ആണ്, ടെൻഷൻ ആണ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ മാനസിക സമാധാനം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ പൊസിഷനിലുള്ള ആളുകൾ പോലും ആത്മഹത്യ ചെയ്യുന്ന രീതിയിൽ മാനസിക സംഘർഷമുള്ള ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ കാണാം, അല്ലദീന ആമനൂ വതത്മഇന്നൽ ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നൽ ഖുലൂബ്. എന്താണ് അല്ലാഹു പറയുന്നത്? അല്ലാഹുവിന്റെ ദൈവസ്മരണയിൽ കൂടി മാത്രമേ നമ്മുടെ ഹൃദയത്തിന് ശാന്തി നൽകുകയുള്ളൂ. അപ്പോൾ നമ്മൾ അതിനും അല്ലാഹു നമുക്കൊരു പരിഹാരം തന്നിട്ടുണ്ട്. ഇന്നിപ്പോ നമ്മൾ യോഗ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എക്സസൈസുകൾ ആയിക്കോട്ടെ, ഇന്നിപ്പോ മനസ്സമാധാനത്തിന് ശാസ്ത്രം പറയുന്ന കാര്യങ്ങൾ ഒന്നാണ് യോഗ, അല്ലെങ്കിൽ മറ്റൊന്നാണ് പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമസ്കാരം ഏത് റിലീജിയനിലും ഏത് മതവിഭാഗത്തിന്റെ പ്രാർത്ഥനയും നല്ലതാണെന്നാണ് പറയുന്നത്. സയൻസിന് മതമുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, പക്ഷെ നിങ്ങൾക്ക് മനസ്സമാധാനം അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ് കുറയ്ക്കണമെങ്കിൽ, ആങ്സൈറ്റി കുറയ്ക്കണമെങ്കിൽ ഏറ്റവും നല്ല ഒരു കാര്യം നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ആ പ്രാർത്ഥന എങ്ങനെ ആയിരിക്കണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ലോകത്ത് നിന്ന് കംപ്ലീറ്റ്ലി ഡിസ്കണക്ട് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കണം. അല്ലാഹു റസൂൽ നമുക്ക് അത്ര കാലങ്ങൾക്ക് മുമ്പ് തന്നെ 5 പ്രാവശ്യം, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ 5 വക്ത് നമസ്കാരത്തിലും നമുക്കൊന്നും അത് സാധ്യമാകുന്നില്ല എന്നുള്ളത് വലിയ സങ്കടകരമാണ്. പക്ഷെ ഈ 5 വക്ത് നമസ്കാരത്തിൽ നമ്മൾ ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഒരൊറ്റ ബിന്ദുവിൽ നമ്മുടെ സൃഷ്ടാവായ അല്ലാഹുവിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പിന്നെ ആ ആൾക്ക് പിന്നെ സ്ട്രെസ് ഉണ്ടാവില്ല, ടെൻഷൻ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അല്ലാഹു എന്ന് പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയത്തിന് ശാന്തി ലഭിക്കണമെങ്കിൽ അത് ദൈവസ്മരണയിൽ കൂടി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ആക്ച്വലി ഒരു പൂർണ്ണ ആരോഗ്യവാനായിരിക്കാനുള്ള എല്ലാ ഉപദേശവും നമുക്ക് ഈ ദീനിൽ അല്ലാഹുവിന്റെ റസൂൽ കാണിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ കലാമിൽ അത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമ്മൾ അനുവർത്തിക്കേണ്ടി മാത്രമേ ഉള്ളൂ എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കാതെ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.